ഞെടുക്കലുണ്ടായി. അപ്പം ഞാൻ ഓർത്ത് കുത്തി വെച്ചിട്ടാ, എനിക്കും അത്രയ്ക്കുള്ള കഴിവേ ഉള്ളൂ. കുത്തി വെച്ച് പനി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതാന്ന് ഓർത്തു. എന്നിട്ട് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല, പനിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരം വെളുത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് കട്ടിലൊന്നുമില്ല, നിലത്തായിരുന്നു. എന്നിട്ട് പായെന്ന് എണ്ണീച്ചപ്പോൾ ഇവന് മാറിയിരിക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വീട്ടിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ പോയി ചിലപ്പം ഒരു ദിവസം 2 ദിവസമൊക്കെ അവിടെ നിന്നേച്ചൊക്കെ പോരുള്ളൂ. അപ്പോഴൊക്കെ അമ്മ പറയും ചട്ടുകാലം. അന്നേരം ഞാനിവിടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ അമ്മയുണ്ട്. ഇവിടെ അമ്മ പറയും ആടെ ചട്ടുകാലം വരുന്നുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഈ ആദ്യത്തെ പോക്ക് പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങോട്ട് പതിയെ പോക്ക് നിർത്തി. സജിനി അല്ല ഇതിനകത്ത് കുറ്റക്കാരൻ, ഇതിനകത്ത് ആങ്ങളെയാണ്. അല്ല, പക്ഷെ സജിനി അടുത്ത് ബാബു പേഴ്സണലായിട്ട് ചോദിക്കത്തില്ല എന്താ. ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ അവൻ പറയട്ടെ അവൻ പറയുമെന്നാ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അവക്ക് ഞാൻ പറയുന്നത് വിലക്കില്ല. എല്ലാം ആങ്ങളെ അമ്മയും പറയുന്നതാണ് അവക്ക് വേദവാക്യം. കോടതി വന്നപ്പോ ഒരു ദിവസം അമ്മ കുഞ്ഞു കൊച്ച് തള്ളയുടെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണേ. രണ്ടാമത്തെ ഞാനൊരു അമ്മയല്ലേ, ഞാൻ ഈ കൊച്ചിനെ ഒന്ന് എടുക്കാനായിട്ട് ചെന്നപ്പോ ഇവര് തന്നില്ല. ഇവരോടനെ നിങ്ങൾക്ക് ഇതിനെ തൊടണ്ട് ഉടനെ ആ വക്കീല് പറഞ്ഞു ഒന്നിനും പോകാൻ. നിങ്ങൾക്ക് ഈ കൊച്ചിനെ തൊടാനുള്ള അധികാരമില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് അവകാശമില്ലെന്ന് പറഞ്ഞു. എന്താ പറയുന്ന ബാബു പറയൂ. വെള്ളം അടിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത്. വെള്ളം അടിച്ചിട്ട് ഞാൻ അലമ്പുണ്ടാക്കുന്ന പറയുന്നത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ല, സജിനിയെ ബാബു ഉപദ്രവിക്കാറുണ്ടോ മദ്യപിച്ചിട്ട് വന്ന്? ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഓടി രക്ഷപ്പെട്ടു പോകും. ഒരു ദിവസം പുറത്താക്കിയിട്ട് വാതിലങ്ങ് കൊച്ചിനെ ജീവനസഭയുടെ ആൾക്കാരും എല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയ സ്ഥിതിക്ക് നേരത്തെ അന്വേഷിച്ചില്ലേ ബാബുവിന് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടോന്ന്? അന്വേഷിച്ചില്ല. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ചിന്തിച്ചില്ല. ഒരു വികലാംഗൻ ഞങ്ങൾ പെട്ടെന്നായിരുന്നു ഈ ഇതിലേക്ക് ആയിപ്പോയി. നമ്മളത് ചിന്തിച്ചില്ല പെട്ടെന്ന്. ഞാനിത് ഇങ്ങനെ ഒരു ആൾ ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചു. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്ത് ഇത് കെട്ടിക്കുകയും ചെയ്ത് പിന്നെ പ്രഗ്നൻ്റായി. ഇതിന് ശേഷം ഞാൻ ബാധ്യസ്ഥനായി. എൻ്റെ ഫാദർ മരിച്ചതിൻ്റെയും ഇതിൻ്റെയും കൂടിയൊക്കെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഇയാളുടെ പ്രസവത്തിന് ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇയാളുടെ പ്രസവത്തിന് പോലും മരുന്ന് പോലും മേടിക്കാൻ്റെ കാശില്ലാഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരൻ്റെ മോതിരം പണയം വെച്ച് കാശുമായിട്ട് തലേ ദിവസം ഇവർ വന്ന് ഹോസ്പിറ്റലിൽ വന്ന്. ഇവർ വന്നത് തലേ ദിവസം. നാളെ പ്രസവമാണെങ്കിൽ ഈ സമയത്ത് ഇവർ അവിടെ വന്ന് വേറെ ഹോട്ടലിൽ റൂം എടുത്തു. കറക്റ്റാണത്, ചോദിച്ചു നോക്കും. ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവരവിടെ എൻജോയ് ചെയ്തു. ഇങ്ങോട്ട് ഭാര്യേനെയോ അല്ലെങ്കിൽ എറണാകുളത്ത് പറഞ്ഞ ശരിയാണ്. ഹോട്ടലിൽ റൂം എടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന 10 പേരും കൂടെ ആശുപത്രി ആയാലും നിൽക്കി നടക്കുകയല്ല. അതുകൊണ്ട് ഒരാൾ പോലും വന്നില്ല. സതീഷിന് അറിയാൻ മേലാത്ത ഒരു കാര്യം കൂടെ പറയാം. ഈ സജിനിയെ കിടത്തിയിരിക്കുന്നത് ഈ ഒരു 2 കട്ടിലിൻ്റെ ഇടയ്ക്കായിട്ടായിരുന്നു, നിലത്ത് കിടത്തിയിരിക്കുക. ഞാൻ അവിടെ ചെന്നേച്ച് ഇതിൻ്റെ ഒരു അറ്റൻഡർക്ക് ഞാൻ 350 രൂപയും കൊടുത്തിട്ട് സൈനിക കട്ടിൽ മേടിച്ചിട്ട് ആ കട്ടിലെ കിടത്തിയാച്ചാ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകുന്നു. എന്റെ അമ്മ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുക. അത് പ്രസവത്തിന് മുമ്പുള്ള കാര്യം, ഇത് പ്രസവിച്ചുള്ള കാര്യമാണ്. അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പോലും എന്റെ കാശ്, ഓപ്പറേഷന് മരുന്നിന് വേണ്ടി ഞാൻ അങ്ങനെ അന്നേരം ഉണ്ട് 1 രൂപ പോലും ഇവർ തന്നില്ല. ഞാൻ തരാത്തതിൽ എനിക്കില്ല. അത് ചെയ്യേണ്ട കാര്യമില്ല. കണ്ട ആദ്യത്തെ പ്രസവത്തിന് നമ്മൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. വേണ്ട, പക്ഷെ ഞങ്ങൾ മരുന്നൊന്നും വാങ്ങിച്ചില്ല, ഞങ്ങളോട് ചോദിച്ചില്ല. ഞാൻ അത്രക്ക് ബുദ്ധിമുട്ടി. അത് തന്നെ തരാത്ത എല്ലാവരും ഞാൻ അത്രക്ക് കഷ്ടപ്പെട്ട് നിൽക്കായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പിറ്റേ ദിവസം ഇവള് പ്രസവിച്ച് കുഞ്ഞിനെ ഞങ്ങളെടുത്ത് കണ്ട എല്ലാമാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോരുന്നത്. എന്റെ അമ്മ മരിച്ചപ്പുറത്ത് കിടക്കുക, മരിച്ചു കിടക്കുക ഈ കൊട്ടാരക്കരയില്. എൻ്റെ അമ്മയുടെ അടുക്കെന്നാ ഞാൻ ഇതിന് അസുഖമാണെന്ന് അറിഞ്ഞോണ്ട് ഓടിപ്പോകുന്നത്. പറയുമ്പോ എല്ലാം പറയണം. ശരിയാ, ഞങ്ങൾ അവിടുന്ന് ഈ 5-8 പേരുണ്ട്, മുറി എടുത്ത് കിടന്നു. അത് ഇവരിതിന് മുമ്പ് ഒരു ദിവസം പറഞ്ഞു. എനിക്കതിന് കുഴപ്പമില്ല. പക്ഷെ പിന്നെ കൊടുത്തില്ലെന്ന് പറയുന്നത്. ഞാൻ 5000 രൂപയും
അപ്പം ഇവർ പറഞ്ഞു ആദ്യം പറഞ്ഞു 7-ാം മാസത്തിൽ ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ് പലകാരം കൊണ്ട് ചെല്ലണം. നമ്മളെ ഒരു ഹിന്ദുവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കതില്ല. ഞാൻ 40 വർഷമായി ക്രിസ്ത്യാനിയായിട്ട്. ഞാൻ നായർ കുടുംബത്തിലെ ഒരു പെണ്ണ് തന്നെയായിരുന്നു. 40 വർഷമായി ക്രിസ്ത്യാനിയായിട്ട്. അപ്പം ഇവർക്കില്ല. ആദ്യത്തെ പ്രസവം സർവം വീട്ടില്ല. എന്നാലും ഞാൻ പറയും ഇല്ല, പിന്നെ അവനൊരു പാവമല്ലേ, അവനൊരു കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെല്ലുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മാലപ്രശ്നം വന്നതാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ഒരു ദിവസം ഇതുപോലെ ഇത് ചോദിച്ചപ്പോൾ ഇവൻ്റെ മൂത്ത പെങ്ങൾ എന്നെ അസഭ്യം തെറി അവരുടെ വീട്ടിൽ വെച്ച് പറഞ്ഞു. എന്നന്ന് ഞാൻ പറയാം സതീഷിൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാന്ന് തോന്നുന്നു. അവൾ ഒരുപാട് ഒച്ചയൊക്കെ എന്നോട് വെച്ചു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ അമ്മയും കൊണ്ട് അവിടെ ഒന്ന് ചെന്നപ്പോഴും ഈ ചെറുക്കൻ എന്നെ നല്ല ഇതായിട്ട് അവൻ്റെ വയറ്റിലെ കൊണ്ടുവന്ന് വണ്ടിയെ കയറ്റി വിട്ടിട്ടാണ് അവൻ ജോലിക്ക് പോയി. ഇല്ലാത്തൊന്നും ഞാൻ പറയുകയില്ല. സ്വർണം എടുത്തെന്ന് അവൻ പറഞ്ഞോട്ടെ, എനിക്കതിനൊരു കുഴപ്പമില്ല. ഞാൻ സ്വർണം ചോദിച്ചിട്ടുമില്ല, ഞാനൊട്ടും എടുത്തിട്ടുമില്ല. സ്വർണം എടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോൾ അമ്മ ഇവിടെ അമ്മ ഗൾഫിലായിരുന്നു. ഞാൻ ഗൾഫില്ല. ഇവൻ പണയം വെച്ചിരുന്ന സാധനം, അത് സതീഷ് പണയം വെച്ചിരുന്ന സാധനമാണ്. ഞാൻ സതീഷിനെ വിളിച്ച് പറഞ്ഞു, സതീഷ് എൻ്റെ പൈസ ഒന്നുമില്ല, ഞാൻ 7000 ഒന്നെങ്കിൽ ആ പണയം വെച്ചേക്കൊന്ന് കൂട്ടിയത് ഒരു സ്വർണ്ണം എടുത്തോണ്ടാ കൊണ്ട വെച്ചു. പണയം വെച്ചു, 10,000 രൂപ മേടിച്ചു. അതും ലേലം ചെയ്ത് പോവായിരുന്നു. തിരിച്ചെടുക്കാനുള്ള നിവൃത്തിയില്ല. ഈ സജിനിയുടെ കാതിൽ ഒരു ജിംക 10,000 രൂപയെ കിട്ടിയുള്ളൂ. ഞാനത് നോക്കിയില്ല. അനിയനാ കൊണ്ട. പക്ഷെ ഞാൻ ആശുപത്രി നിൽക്കുമായിരുന്നു. 10,000 രൂപ അവൻ കൊണ്ടുവന്ന് എൻ്റെ തന്നു. ഈ രസീദും എൻ്റെ കൊണ്ടു തന്നു. പക്ഷെ ഈ രസീദും എൻ്റെ തിരിച്ചടയ്ക്കാനോ പലിശ അടയ്ക്കാനോ ഒന്നും എല്ലാം കൂടെ പറ്റില്ല. ഈ സജിനിയുടെ കാതില് ഒരു ജിമുക്കിയും കമ്മലും ഉണ്ടായിരുന്നു. കമ്മൽ കാതിലിട്ടും വെച്ച് കേട്ടോന്നോ. പിന്നെ ഞാൻ പൊൻകുന്നത്ത് പണിക്ക് പോയിരിക്കുവാണ്. ഇവർ രണ്ടും കൂടെ അങ്ങ് പ്ലാൻ ചെയ്തു. അല്ലെ സജിനി പറയട്ടല്ലെന്ന് ഇവർ രണ്ടും കൂടെ ഇപ്പൊ പ്ലാൻ ചെയ്തും വെച്ച് ഇവർ രണ്ടും കൂടെ അന്ന് സർക്കിട്ട് പോയി, പയ്യലെങ്ങാണ്ട് പോയി. പിന്നെ എന്നിട്ട് ഞാനിതൊന്നും അറിയുന്നില്ല സത്യമായിട്ട്. എൻ്റെ പിന്നെ ഞാൻ കള്ളം പറയുകയില്ല. ഞാനിപ്പോൾ അതുപോലെ ഒരു ഇതിലിരിക്കുന്നതുകൊണ്ട് ഞാൻ കള്ളം പറയുകയില്ല. പിന്നെ പോയിച്ച് വന്നപ്പോൾ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതേ ഫാഷനിലൊരു ജിമുക്ക മേടിച്ച് കാതിലിട്ടിരിക്കുന്നു. ഞാൻ അത് കണ്ടു. പക്ഷെ എനിക്കത് ബോധ്യമായില്ല. പിറ്റേ ദിവസം എൻ്റെ ഇളയ മരുമോള് പറഞ്ഞു, അമ്മേ ഇവർ ചന്തിരൂര് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടുപേരും. എന്തോ ഇവർ തിരിമറി കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുമറി കാണിച്ചു. എന്നാന്ന് ചോദിച്ചിട്ട് ഇവർ രണ്ടും പറയത്തില്ല. ഇവള് പോന്നിടം വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ സജിനി? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവസാനം നോട്ടീസ് വന്നു. ഇപ്പം കൊണ്ട് പണയം വെച്ചതാ. നോട്ടീസ് വന്നു. എവിടെയാ പണയം വെച്ചത് സജിനി? അവിടെ ഇവർ രണ്ടും കൂടെ തന്നെയാണ്. നിങ്ങളോടല്ല ചോദിച്ചത്. സജിനി പറയും എവിടെയാ കൊണ്ട് പണയം വെച്ചത്? ജിമിക്ക് കൊണ്ടുവച്ചത് എവിടെയായിരുന്നു? രണ്ടുപേരും കൂടെ പോയി വെച്ചത്? ബാബുവായിട്ട് പോയി പണയം വെച്ചോ? ബാബുവായിട്ട് എത്ര പ്രാവശ്യം പോയി പണയം വെച്ചിട്ടുണ്ട്? ജിമിക്കിയും കൊണ്ട് പോയതാ? നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നോ അന്ന്? അവിടെ എന്റെ ഊരി തന്നെ അവള് പറഞ്ഞ ശരി. അവള് വന്നിട്ടില്ല. അവൾ ഊരി തന്നെ ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് അതേ ഫാഷനിൽ ഞാൻ വേറെ മേടിച്ചോണ്ട് വരുവായിരുന്നു. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇമിറ്റേഷൻ ഊരി കൊടുത്തിരുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്നെ അറിയിക്കാത്തത്? ഞാൻ അവിടെ പഠിപ്പിക്കും. അമ്മ എന്നെ കുഴപ്പമായി. ഇവനെയും പറയാം അവളെയും പറയാം. ഇതെല്ലാം ചെയ്യണത് മദ്യം കഴിക്കാൻ വേണ്ടിയാ. ആയിക്കോട്ടെ, സഹോദരൻ ഊരി കൊടുത്തിട്ടല്ലേ അയാളത് കൊണ്ടുപോയത്. ഞാൻ ഇവിടെ വീട്ടിൽ പോയതാ. വീട്ടിൽ പോയതാ. അന്ന് തന്നെ പോകുകയും ചെയ്തു. അപ്പൊ എന്റെ ഇളയ മരുമോളാണ് എന്നോട് പറയുന്നത് ഇത്. ഇവിടുന്ന് ഓട്ടോ പിടിച്ചാ ചന്ദ്രൂര് പോകുന്നത്. പിന്നെ ഇത് പണയം വെച്ച് കാശുമായിട്ട് എനിക്ക് എടുക്കാൻ നിവൃത്തിയില്ല. അവിടെ ഇരുന്ന് അതും പോയി. എനിക്ക് പൈസ ഇല്ല. ഞാനീ പോയാലേ ഈ കടം വീട്ടാൻ പോകുന്നു, വസ്തു വാങ്ങിച്ച് കടം വീട്ടാൻ പോകുന്നു, എന്തിനും പോകുന്നു. പക്ഷെ അമ്മ ഒരു കാര്യം പറഞ്ഞാട്ടെ, ഇത് സ്വന്തം മോനല്ല എന്ന് വിചാരിക്കുക, ഒരു മരുമോനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ബാബു ചെയ്ത ഈ കാര്യങ്ങളൊക്കെ അമ്മ ന്യായീകരിക്കുമോ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ മോന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റില്ലേ? ഉണ്ട്. ഞാൻ സമ്മതിച്ചല്ലോ, മോന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇവളിത് കൊടുത്തപ്പോള് എന്നോടൊന്ന് ചോദിക്കണമായിരുന്നു, അമ്മേ ബാബുച്ചേട്ടൻ ജിമുക്കായ ചോദിച്ചു കൊടുക്കട്ടെ എന്ന്. ഇവക്ക് പലഹാരം തിന്നണമെന്ന് തോന്നുമ്പം കയ്യെ കിടക്കുന്ന മോതിരം, ഇവള് എൻ്റെ ജോലി ചെയ്യുന്ന വീട്ടിൽ വന്നപ്പം വരെ ഇവക്കൊരു മോതിരം അവര് വരെ ഇട്ട് കൊടുത്തു. എന്തേലും കഴിക്കണമെന്നോ അല്ലെ എന്തേലും തോന്നുമ്പോൾ അവള് ഊരി കൊടുക്കുക, കൊണ്ടുപോകുക, അവൻ കൊണ്ടുപോവുകയും ചെയ്യും.
പക്ഷെ അന്നൊന്നും ഇങ്ങനെ കുടിക്കുകയില്ലായിരുന്നു. കുടി തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. ഈ കിണറ്റിപ്പണിക്കും അതിനും ഇതിനും ഒക്കെ പോകാൻ തുടങ്ങിയ പിന്നെ അതിന് മുമ്പ് കുടിക്കുമൊന്നുമില്ല. ഇപ്പൊ ആ ഇതിനിടയ്ക്ക് ഈ പിന്നെ പ്രധാനമായിട്ട് ചോദിക്കാൻ നിങ്ങൾ ആദ്യം വിളിച്ചോണ്ട് പോയിട്ട് 2 വർഷം അതാണ് പറയുന്നത്. ഇപ്പൊ ആദ്യം വിളിച്ചോണ്ട് പോയി ഈ 1.5 വയസ്സ് വരെ മൂത്ത കുട്ടി ഞങ്ങൾ നോക്കി. ഞങ്ങൾ വിട്ടില്ല. കാര്യം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മദ്യം കഴിച്ചും പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ ഞങ്ങൾ വിടിയായിരുന്നു. അവർക്കൊരു കിടപ്പാടം ഉണ്ടാക്കും. കാരണം ഈ ഒരു മദ്യം കഴിച്ച് ബഹളം ഉണ്ടാക്കുന്നവർ കാരണം പറഞ്ഞാൽ വിളിച്ചോണ്ട് പോയത്. ഇല്ല, അന്നൊന്നും കഴിക്കുകയല്ല. ഈ ഏത് നേരവും മദ്യം കഴിച്ചിട്ട് വന്നിട്ട് രാത്രി വഴക്കിടലാണ് അവിടെ വന്നിട്ട്. എപ്പോഴും പ്രശ്നങ്ങളാണ്. വീടിന്റെ പറയുന്നത് മനസ്സിലാക്കും. സ്നേഹമാണ്. ഇന്ന് വരെ തൊട്ടിട്ടില്ല. സ്നേഹമുണ്ട്. ചില സമയം മദ്യപിക്കാത്തപ്പം നല്ല സ്നേഹമാണ്. അല്ലാത്ത സമയത്ത് 1.5 വർഷത്തില് ഇതിനിടയ്ക്ക് സഹിച്ച് നിന്ന് ഇപ്പൊ ഫോൺ നമ്പർ ഇയാൾക്ക് ഫോൺ വിളിക്കാൻ അറിയാൻ പറഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ എഴുതി കൊടുക്കും. അത് ബാബു അത് കീറിക്കളയും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് എപ്പോഴും പ്രശ്നങ്ങളാണ്. ഇവര് വീട്ടിൽ തന്നെ എപ്പോഴും വഴക്കും കാര്യങ്ങളും. എന്നെ ഞാൻ ജോലി സ്ഥലത്തേക്കുമ്പോ ഇവര് വൈകുന്നേരം എപ്പോഴും വിളിക്കും. അനിയൻ ചിലപ്പോൾ വിളിക്കും. അത് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് സതീഷിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതല്ല, ഇവര് എല്ലാരും കൂടി വന്ന് ഞങ്ങൾക്ക് ഇതേ സെയിം ഇപ്പൊ കൊണ്ടുപോകാൻ ഇല്ല. ഇവര് വന്നിട്ടാണ്. ഇവര് വന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യം അനിയനും അനിയത്തിയും കൂടി വന്ന് പറഞ്ഞു. പിന്നെ ചിറ്റപ്പനും 2-3 പേരൊക്കെ മേഡം അങ്ങനല്ല. ഇപ്പൊ അത് സതീഷ് പറഞ്ഞത് കള്ളം. സതീഷ് ഇങ്ങനെ പറ, എൻ്റെ കെട്ടിയോ മരിച്ചു, ആ നിപ്പ് നിന്നപ്പോളെ വിളിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്തു, അനിയത്തി പോകുകയൊക്കെ ചെയ്ത് ആയിരിക്കും, ശരിയായിരിക്കും. പിന്നെ ഞാനിവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോ മരിച്ചപ്പോൾ മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞു ഇവരുടെ വീട്ടിൽ. ഇപ്പം എൻ്റെ കെട്ടിയോ ഈ കൊച്ചിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, കാണിച്ചില്ല. പിന്നെ മരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പം ഇത് ഉള്ളതാണോ എന്നറിയാൻ സതീഷ് എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ മാത്രമല്ല വന്നു, സജിനി വന്നു. അത് പിന്നെ വന്നേ സതീഷ്. ഇല്ല, ഞങ്ങള് പള്ളിയിൽ വന്നല്ലോ മരിച്ചില്ല. ഞങ്ങൾ പള്ളിയിൽ സതീഷ് അവിടെ വന്നു. വന്നപ്പോ എൻ്റെ മരുമകളില്ല, ഇളയ മരുമോടെ അപ്പം ചോദിച്ചു, നീ ആരെ കാണാനാടാ വന്നേന്ന് ചോദിച്ചു. എൻ്റെ ഏടാ കൊച്ചും തള്ളേന്ന് ചോദിച്ചു. പോയി അവരെയും കൊണ്ട് വരാൻ പറഞ്ഞു. സതീഷ് അതുവഴി തന്നെ തിരിച്ചു പോയി. ഇവിടെ മരിച്ചു എന്നുള്ള ബോധ്യമായപ്പോൾ തിരിച്ചു പോയി. ഇവരെയും കൊണ്ട് ഞാൻ അന്ന് വൈകിട്ട് തന്നെ വന്നു. പിന്നെ ഇവരെയും കൊണ്ട് പിറ്റേന്ന് രാവിലെ 9:30 ആയപ്പോൾ സതീഷ് അവിടെ വന്നു. സതീഷിൻ്റെ മൂത്ത പെങ്ങളെ അതിൻ്റെ കെട്ടിയവനെ ഈ ഇവളും കുഞ്ഞും ഇന്നും എൻ്റെ വീട്ടിൽ ആ ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് ഇവർ പിന്നെ വരുന്നത്. പിന്നെ ഞാൻ പോകുന്നതിന് എനിക്ക് ആകെ 13 ദിവസത്തെ ഇതേ ഉള്ളൂ. ആ 13 ദിവസത്തിക്കകം സതീഷ് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, അമ്മ എന്നാ സജിനിയെ കൊണ്ടുവയ്ക്കോ, ആരാന്ന് വെച്ചാ വരാൻ പറഞ്ഞു. അന്നേരമാണ് അങ്ങനെ വിളിച്ചു. എന്താണ് അഭിമാനക്കേട്? വിളിച്ചു. നിങ്ങളൊരു സഹോദരനാണ്. വീട്ടിൽ വിളിച്ചു നിർത്തിയിട്ട് പിന്നെ കൊച്ചിനെ നിർത്തിയത് കൊണ്ട് ഒരു വലിയൊരു മഹാകാര്യമല്ല. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് അളിയനിങ്ങനെ ആയപ്പോൾ അയാള് ശാരീരികമായിട്ട് ഒരുപാട് കുറവുകളുള്ളൊരു മനുഷ്യനാണ് അല്ലേ? ചാടിക്കറി നിങ്ങളെ അടിക്കാനൊന്നും കഴിയൂല അയാൾക്ക്, ഉണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോ പിന്നെ നിങ്ങളുടെ പെങ്ങൾക്ക് അതിനേക്കാൾ പറ്റും. അയാളെ പിടിച്ചൊരു തള്ളുമല്ലേ അവിടെ കിടക്കും അയാള്. അങ്ങനെ ഒരാളിനെ ആ ഒരു തെറ്റിൽ നിന്ന് മാറ്റി സ്നേഹപൂർവ്വം തിരുത്തി ഇനി ആജീവനാന്തം ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്ന് ചിന്തിക്കണം. അല്ലാതെ അവിടുന്ന് ആൾക്കാർ വന്നതാണ് ഞാൻ വിളിച്ചത്. ഇല്ല, ഞാൻ നമ്മുടെ ഇവര് എല്ലാരും വന്ന് ഇങ്ങനെ പറഞ്ഞു, സജീഷിനൊരു കുടുംബമാകാൻ പോണെയാണ്, മറ്റതാണ് മറിച്ചാണ്, ഇത് നമുക്ക് നല്ല രീതിയിൽ പോകണം. ഞാൻ പറഞ്ഞ് എനിക്കൊറ്റ ഒരു കാര്യമുണ്ട്, ഞാൻ വിടുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ സജിനിയുടെ ജീവിതം സെറ്റായി ഒരു വീടും അത് തീർച്ചയായിട്ടും ഒരു വീട് വെക്കണം. ഞാൻ ഇതാണ് ചിന്തിച്ചത്. ഞാൻ കഷ്ടപ്പെട്ടിട്ടും ഇയാളുടെ പേരിലേക്ക് ഒരു കാര്യങ്ങളും ഇല്ല, ഇയാൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. ഇയാൾ ഈ ദുരന്തങ്ങൾ മാത്രം അനുഭവിക്കുന്നേ. ഞങ്ങൾക്ക് പോകാനും വരാനും ആരുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ പ്രായമായ അമ്മയും 70 വയസ്സോളം ആയിട്ടുണ്ട്. പിന്നെ ഒരു അമ്മൂമ്മ, പിന്നെ ആരും പോകാനും വരാനും ഇല്ല. അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വിട്ടു. ഒരു കുട്ടിയാണ്, ഞാൻ മദ്യവും കഴിക്കുന്നു, നല്ല രീതിയിൽ പോകണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടാമത് വിട്ടു.
എല്ലാ ദിവസവും വിളിക്കുകയും പറയുകയും കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഈ അവിടെ പെര വെച്ചപ്പോഴും ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് എല്ലാ ദിവസവും നിങ്ങളൊന്നും മേടിച്ചു തന്നിട്ട് മേടിച്ചു തന്നു. കണ്ട ഒരു സാധനം മേടിച്ചു പാത്രമൊക്കെ കൊണ്ടുതന്ന് കയറി താമസം വിളിച്ചു. കേറി താമസത്തിന് അല്ലാതെ അല്ലാതെ പെരപണിക്ക് പെര ഒന്നും തന്നിട്ടില്ല. പണിയാനോ അല്ല പെരവണി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും അത് ഞാൻ അത് അവരെ പരാതി മാറ്റ് പറയും. കമ്പനിക്കാരെന്തോ സ്പോൺസർ ചെയ്തു. ഞങ്ങളൊന്നും അത് സത്യമാണ്. പെരവണിക്ക് ഞങ്ങൾ ഒരു സാധനം ചെയ്തിട്ടില്ല. 1 രൂപ പോലും ഞങ്ങൾ കൊടുത്തു. ഫാൻ മാല പിന്നെ കുറച്ച് പാത്രങ്ങളും മറ്റുള്ള കുറച്ച് അതൊക്കെ തന്നു. അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് കഴിവിനുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അതൊന്നും വലിയ കാര്യമല്ലല്ലോ. പ്രശ്നമില്ലല്ലോ. ഇത് കഴിഞ്ഞ് പൈസ കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതിനുശേഷം വീണ്ടും ബാബു മദ്യം കഴിയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് ദുരന്തങ്ങൾ പിന്നെ അനുഭവിക്കുകയും ഞങ്ങൾ എന്നിട്ടും സഹിച്ചു പിടിച്ചിരുന്നു. കുറേയൊക്കെ ഞാൻ ഇവർ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം അവിടെ പട്ടിണിയായിരുന്നു. ഞാൻ എപ്പോൾ ചെന്നാലും എന്തെങ്കിലും പൈസ കൊടുക്കും, എന്തെങ്കിലും മേടിച്ചോന്നും പറഞ്ഞു തരും. പക്ഷെ ബാബുക്ക് അത് മേടിച്ച് ബാബുവിൻ്റെ കാര്യങ്ങൾ സതീഷ് എതിരായിട്ടും കൊടുത്തിരിക്കുന്ന പൈസ ഞാൻ മേടിച്ചിട്ടില്ല. സതീഷ് എൻ്റെ തന്നിട്ടുണ്ട്. 1000 രൂപ എൻ്റെ തന്നു. ഞാനും സതീഷും കൂടെ പോയി. അല്ല അത് ഞാൻ പറയട്ടെ, അത് കയറി അറ്റാക്ക് ചെയ്തേ, അത് കയറി അറ്റാക്ക് ചെയ്തേ. ഞാൻ 2-3 പ്രാവശ്യം കൊടുത്തപ്പോൾ ഈ കാശ് എനിക്ക് മനസ്സിലായി ഇത് വേറെ. ഞാൻ വിളിച്ചു ചോദിക്കും എന്തെങ്കിലും മേടിച്ചാ? ഇല്ല ഇവിടെ ഒന്നും മേടിച്ചു, ഞാൻ ഇത്ര കാശ് കൊടുത്തില്ല, ഇല്ല ഒന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചെന്നിട്ട് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം വേറെ ഒന്നുമില്ല, ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും പുള്ളിയുടെ കാര്യങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കാര്യങ്ങൾ ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന മാപുമല്ല, 2 കാലുള്ളവർ കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഉപദ്രവം എന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചെറിയലും പൊട്ടിക്കലും ഭക്ഷണം വരെ മേടിച്ചു. അപ്പൊ ഇത് സംഭവം ഞാനൊരു ദിവസം ചെന്നപ്പോ ഇല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നുമില്ല. ലാസ്റ്റ് ഞാൻ അളിയനെ വിളിച്ചിട്ടുണ്ട്, അളിയനെ കാശ് കൊടുത്തില്ല. ഈ ബാബുവിനെ വിളിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ ഞാൻ പോയി. അവിടെ നിന്ന് അരി, പഞ്ചസാര, സോപ്പ് ഇതെല്ലാം ഞാൻ മേടിച്ച് ഞങ്ങൾ 2 പേരും കൂടി തന്നെ കൊണ്ടുവന്ന് കൊടുത്തു. കാര്യം കാശ് കൊടുത്താൽ തീരുന്നു ചോദിച്ചു. ആ കാര്യം ഇപ്പൊ ബാബു ഞാൻ പറഞ്ഞത് എന്റെ പൈസ അളിയെ പോകുമ്പോൾ വിളിച്ചോന്ന് പറഞ്ഞ അളിയൻ്റെ എൻ്റെ തന്നിട്ടില്ല. സജിനെ കൊടുത്തിട്ടുണ്ട്. സജിനയോട് ആയാലും ഞാൻ ബലമായിട്ട് പിടിച്ചു മേടിക്കൊന്നുമല്ല, സജിനെ എൻ്റെ തരും. അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ പ്രശ്നം സ്വഭാവം അറിയാൻ പാടില്ല. ഒരു ദിവസം ഞാൻ ഇതിപ്പോ ലാസ്റ്റത്തെ ഒരു സംഭവം ഇയാളെ കൊണ്ടുവന്നാണ്ടായ സംഭവമാണ് ഈ പറയുന്നത്. എൻ്റെ മോൻ ICU കിടക്കണേ കളമശ്ശേരി. ഒരു ദിവസം മിക്ക ദിവസം വെള്ളടിയ. ഒരു ദിവസം എനിക്ക് ഒരു 7 ഈ സമയമൊക്കെ 7-7:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. 7:30-8 മണിയൊക്കെ ഒരു ഫോൺ കോൾ വന്ന്. അപ്പം ഇവർ മേലും താഴ്ത്തുവാ റബ്ബറിൻ്റെ ഇത് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. താഴത്ത് ഒരു ഫോൺ കോൾ വന്നിട്ട് സജീഷാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. സജിനി ഇവിടെ താഴത്ത് വന്നിട്ടുണ്ട്, ഏറ്റവും താഴത്തൊരു വീട്ടിൽ നിന്ന്. സജിനിക്ക് അത് സംസാരിക്കണം, അവിടെ എന്ത് ബഹളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ സജിനി എന്നെ കൂട്ടാതെ വിളിക്കണം. ഇന്നപോലെ ബാബുച്ചേട്ടൻ വെള്ളം കുടിച്ച് വന്നിട്ട് കല്ലെടുത്ത് എറിയണേ. അപ്പോൾ ഇളയ കൊച്ചിനെ പ്രസവിച്ച് ഇയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണേ. ഇളയ കുട്ടീനെ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇയാൾ 4 മാസം ആയുള്ള സംഭവം, 8 മാസമായി കുഞ്ഞായിരുന്നു. ആ സംഭവത്തിന് കൊന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ രാവിലെ അന്ന് ഈ സമയത്ത് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ബാബു ചേട്ടൻ ഇന്നപോലെ ഉപദ്രവമാണ്, കല്ലെറിയലും കഞ്ഞിയുടെ പാത്രം വലിച്ചെറിയലും, കൊച്ചിനെ എടുക്കാൻ പറ്റില്ല, കൊച്ചതിൻ്റെ അകത്ത് കിടന്നേരം വിളിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ഞാൻ ഒരു ശരിയാക്കിയിട്ടുണ്ടാകുന്ന അറിയാൻ പറ്റില്ല. ആ ജനൻ്റെ ചില്ലി ഞാൻ പോന്നപ്പോഴും അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ചില്ലൊടിച്ച് പൊടിച്ച് ബാബുവിനോട് ചോദിച്ചു, ചില്ല് എറിഞ്ഞ് പൊടിച്ച്, കഞ്ഞിക്കലം എറിഞ്ഞ് പൊടിച്ച്. ആ കുഞ്ഞവിടെ കിടന്ന് കറിയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കളമശ്ശേരി എൻ്റെ കൊച്ചു ICUല, ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി ഒരു ദിവസത്തേക്ക് ക്ഷമിക്കും, ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിനുവിനെ വിളിച്ച്, ബിനുവിൻ്റെ പോലെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിനു ബാബുവിനെ വിളിച്ചു. ബാബു പോകണമെന്ന് കൊടുക്കുന്നില്ല. അവർ നമ്മൾ അങ്ങാടി കിടക്ക് പിന്നെ വന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ പിറ്റേ ദിവസം അവിടെ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ കൊച്ചിന് പിന്നെ കുറഞ്ഞ് ഒരു കുഴപ്പമില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഞാനും അമ്മയും കൂടി പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു. അപ്പോൾ പരാതി കൊടുത്ത ഇതാണ് ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ആ പരാതി കൊടുത്ത് ഇയാളെ കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവന്നിട്ട് 1 വർഷമായിട്ടും ബാബു ഇത് തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ വീട്ടുകാരും ആ രീതിയിൽ ഒരു കാര്യം. ലാസ്റ്റ് ഞാൻ കൊണ്ട് ഇപ്പോൾ കേസ് കൊടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു. കോടതിയിൽ 5 വർഷം ഞാൻ കയറി ഇറങ്ങിയാണ്. കുടുംബ കോടതിയിൽ ആദ്യം ഒരു പ്രാവശ്യം ഇവർ വന്നു, ഇവർ സിറ്റിങ്ങിന് ഇരുത്തി
ഞാൻ പറഞ്ഞു ഇനി ഈ കണ്ടീഷൻ ഒരു പ്രാവശ്യം എനിക്ക് അനുഭവം കിട്ടി, ഇനി രണ്ടാമത്തേന് ഞാൻ വിടിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഒന്നവിടെ മറ്റേ ഗണച്ചാവലെടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾക്കേ പോവുള്ളൂ. ആദ്യം പോയതിൻ്റെ ഞങ്ങൾ അനുഭവിച്ചു, അതുകൊണ്ട് ഇനി എന്തായാലും ഞങ്ങൾ വിടിയാലെന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഈ ചിലവിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു 1000 രൂപ കൊടുക്കണം. ഞാൻ പറഞ്ഞു നടക്കില്ല, 1000 രൂപയ്ക്ക് എങ്ങനെ കഴിയാം ജീവിക്കാനാണ്. അത് കേസാക്കി 100 കേസ് ആക്കി 5 വർഷം ഞങ്ങളെല്ലാം ഒരു വിളിക്ക് പോലും അവിടെ ചെല്ലായിരുന്നില്ല. ഞാൻ ഈ ഡേ നൈറ്റ് പണിയാണ് എനിക്ക് ജോലി. ആ നൈറ്റും കഴിഞ്ഞ് ആളെയും വിളിച്ച് ആലപ്പുഴ വരെ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് കുത്തിയിരുന്ന എല്ലാ കേസിനും അവിടെ പങ്കെടുത്ത് കേസ് ഞങ്ങൾക്ക് വിധിയുമായി. കുട്ടിക്ക് ചിലവിന് കൊടുക്കണമെന്നുള്ള അതിൻ്റെ കോടതിയിൽ റെക്കോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതുവരെ ബാബു അങ്ങോട്ട് വന്നിട്ടില്ല. എന്താണെന്ന് പോലും 5 വർഷം എന്ത് കുഞ്ഞുങ്ങളുടെ എന്ത് സ്നേഹം ഉണ്ടപ്പോൾ കുഞ്ഞിനോട് ഇങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് നമ്മൾ എങ്ങനെ ഇനി പറഞ്ഞു? എന്ത് കാരണവശാലും ബാബുവിൻ്റെ കൂടെയിലേക്ക് സജിനിനെയും കുട്ടികളെയും വിടുന്നതിൽ രക്ഷാകർത്താവ് എന്നുള്ള രീതിയിൽ എനിക്കും ഭാര്യ എന്നുള്ള രീതിയിൽ അയാൾക്ക് വേണ്ടി ബുദ്ധിമുട്ട് ഞങ്ങൾ വിടിയല്ല. കാര്യം ഇനി ഞങ്ങൾ വരാത്തതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പൊ പോവല്ലെന്ന് ഈ പ്രാവശ്യം ഞാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവൻ എന്റെ വീട്ടിൽ മുറ്റത്ത് നിന്നോണ്ട് പറഞ്ഞു, ഇനി നീ ചന്ദ്രൂര് കാലെടുത്തോണ്ടാണ് നിന്നെ തല്ലിക്കൊന്ന് ആറ്റിലിടും കായലി കളയും. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. അങ്ങനെ പറഞ്ഞത് തന്നെ ഇരിക്കട്ടെ ബാബു. ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയുന്നു. അടിച്ചു തന്നെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ ഉടനെ ഈ കൊന്നുകളയെന്നാണ്. എനിക്ക് അത് പറഞ്ഞതിന്റെ പേടിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഇച്ചിരി ഞാൻ പറഞ്ഞില്ല മദ്യപിക്കുമെന്ന് പറഞ്ഞു, മദ്യപിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അതിന്റെ പേര് ഞാൻ ഇവിടെ ഉപദ്രവിച്ചിട്ടില്ല. അതിന് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല അന്ന് പറയൂ. അല്ല വേറെ എന്റെ ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ല. അയൽവക്കത്തൊക്കെ അല്ല സതീഷ് പറഞ്ഞില്ല താഴെ വീടിന്റെ 8 മണി അവരുടെ ഫോണിൽ താഴെ ചെന്നു. ഇതെന്റെ വീട്, ഇത് പെങ്ങളുടെ വീടാ. പെങ്ങളുടെ വീട്ടിൽ അവർ വാടകയ്ക്ക് താമസിക്കുക. ഈ സജിനി പോയി അവര് ഫോൺ വിളിച്ചു മിസ് കോൾ അടിച്ചതേ ഉള്ളൂ. അതും എന്നോട് ആ പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ്. അല്ല ബാബു, ഈ സജിനിയുടെ ദേഹത്ത് ഉപദ്രവിക്കുന്നത് മാത്രമാണോ ഉപദ്രവം? കഞ്ഞി കല അടിച്ചൊടിക്കുക, ക്രിക്കറ്റ് കളിച്ചാ ബാബു അത് സത്യമായിട്ട് പറ. ഒരു സൈഡിൽ അത് പുറയിലെത്തിയാ ഇവൻ പറഞ്ഞ ഒരു ചില്ല് പൊട്ടിച്ചത് അത് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചിട്ടില്ല. എറിഞ്ഞു പൊട്ടിച്ചെന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഞാൻ കൈ കൊണ്ട് തല്ലി പൊട്ടിച്ചത്. കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി പൊട്ടിച്ചു. വായും കൊണ്ട് ഞാൻ പറയും. വായ് കൊണ്ട് അല്ലാതെ ശാരീരികമായ ഉപദ്രവം മാത്രമല്ല ഉപദ്രവം, മാനസികമായിട്ടുള്ള ഉപദ്രവം അല്ലേ? അത് ആ പെൺകുട്ടി എത്ര വർഷം സഹിച്ച് അത് മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല. അമ്മയാണെങ്കിൽ ആ കുട്ടി ഒരു അക്ഷരം അമ്മയ്ക്കെതിരായിട്ട് പറയുന്നില്ലല്ലോ. അപ്പൊ അതിന് നല്ലതായിട്ടും ചീത്തയായിട്ടും തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലോ. അമ്മ നല്ല ആണെന്നല്ലേ പറയുന്നത്. അപ്പൊ ബാബുവിന്റെ കുറ്റമല്ലേന്ന് ഞാൻ ഇവര് പറയുന്ന മദ്യപാനമാ. ഞാൻ പറഞ്ഞു 1.5 വർഷം 1 വർഷമായിട്ട് ഞാൻ ഈ സാധനം തൊട്ടിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചോ സജീഷ്? അന്വേഷിച്ചപ്പോ ദാനത്തിലാണെന്ന് പറഞ്ഞു. ദാനത്തിന് മദ്യപാനം കൂടി അവിടെ പ്രശ്നം. ഒരു മനുഷ്യൻ ദാനത്തിലിരിക്കണം എന്തൊരു മദ്യം കഴിച്ച് എന്തൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും. അത് കഴിഞ്ഞ് ദാനത്തിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി കഴിക്കുന്നുണ്ട്. പിന്നെ കഴിക്കാനുണ്ട്. ഞാൻ ഈ പൊൻകുന്നത്ത് ഞാൻ അവിടെ പോയി ഞാൻ ഈ വാറണ്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ കോടതിയെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയാണ് ഞങ്ങളുടെ അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ ചോദിച്ചു ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, അപ്പം നിങ്ങൾക്ക് നേരിട്ട് വാറണ്ട് മേടിച്ച് കൊണ്ടേ. പൊൻകുന്നത്ത് പോയി അന്വേഷിച്ചോ? ഞാൻ ഞാൻ പറഞ്ഞേടാ പൊൻകുന്നം DSP കുര്യാക്കോസ് സാർ ഇത് അതിന്റെ തെളിവ് ഇപ്പോഴും ഇരിപ്പുണ്ട്. നേരിട്ട് കൊണ്ടേ കൊടുത്തു. സാറേ ഇന്ന പോലെ കാര്യങ്ങളാണ്. എൻ്റെ സഹോദരിനെ ഇങ്ങനെ ഞാൻ കേസ് വന്നിട്ട് ഈ വിധിയും വന്നിട്ട് ഈ പുള്ളി ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു കാരുണ്യം ഉണ്ടാകണം. അപ്പോൾ തന്നെ SIനെ വിളിച്ചു. SI അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് അത് ആലപ്പുഴയിലെ പോലീസുകാരാണ് ഇത് ചെയ്യേണ്ടത്, ഞങ്ങളല്ല എന്നുള്ള രീതിയിൽ. എന്നാലും SI അവിടെ ഒരു പോലീസുകാരനെ വിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇനി എങ്ങനെ വിളിച്ചു പറഞ്ഞെന്നറിയാൻ പാടില്ല. ബാബു ആ നിമിഷം അവിടെ വിട്ടു. അന്നേരം ഞങ്ങൾ അപ്പുറത്തേക്ക് അറിയപ്പോ പറഞ്ഞ് ബാബുവിന് ഒരു വണ്ടി ഉണ്ടായി ഒരു 3 വീലുള്ള വണ്ടി. അത് ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും കാണണം. അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാനും ഇപ്പോൾ സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലിട്ടുണ്ട്. ആ പോലീസ് സാറിന് ഞാനും പോലീസുകാരും ആ സാറും കൂടിയാണ് വന്നത്. ആ സാറും കൂടി അപ്പുറത്ത് വേണ്ടി ചോദിച്ചപ്പോൾ ആ സാറിനോട് പറഞ്ഞു ബാബു ഇപ്പം അങ്ങോട്ട് വണ്ടിയായിട്ട് പോയുള്ളൂ. 3 പ്രാവശ്യം നിങ്ങളെ വിളിക്കാൻ അവരവിടെ വന്നപ്പോൾ നിങ്ങൾ അവിടെ ഞാൻ സ്റ്റേഷൻ്റെ അവിടെ കുറേ നേരം
ഇപ്പൊ പറഞ്ഞ എന്നാന്ന് പറയട്ടെ മാഡം, ഈ സതീഷ് പറഞ്ഞത് ശരിയാണ്. ഈ സതീഷും 2 പോലീസുകാരും കൂടെ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയുടെ കൈ ഒടിഞ്ഞിരുന്നത് പ്ലാസ്റ്റർ അഴിക്കാനായിട്ട് എന്റെ ബൈക്കിന്റെ പുറകെ വെച്ച് ഞാൻ അമ്മയും കൊണ്ട് പോയതാണ്. 2 മണി വരെ ഞാൻ അവിടെ. അതല്ല കാര്യം ബാബു നമ്മളെല്ലാ കാര്യത്തിനും വ്യക്തമായ മറുപടി നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളായാലും ഞാനായാലും ഒരു അമ്മണിയമ്മ ഒരു കാര്യം അമ്മണിയമ്മ എല്ലാ ന്യായം അറിയാവുന്ന ഒരു സ്ത്രീയാണ് അമ്മണിയമ്മ, അല്ലേ? മകനെന്നുള്ള ആംഗിളിൽ സംസാരിക്കും. ബാബുവിന് എല്ലാ കാര്യത്തിനും വളരെ വ്യക്തമായിട്ട് അച്ചടി പോലെ മറുപടി ഉണ്ട്. അല്ല, സതീഷ് പറഞ്ഞ കാര്യം വിടൂ. ഒരു കോടതി, അല്ലേ? കോടതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കാവുന്ന ഏക സ്ഥലം. അവിടുന്ന് ഒരു ഉത്തരവ് വന്നിട്ട് നിങ്ങൾ അതിനെ ഒരു മാസം പോലും നിങ്ങൾ കൊടുത്തില്ല എന്നുള്ളത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ശരിയാണ്. എനിക്ക് എന്റെ ചെലവ് 2 വീട്ടിലെ ചെലവ് നടക്കാൻ എനിക്കുള്ള അതിനുള്ള സാമ്പത്തികം ഇല്ലേ? അപ്പൊ 2 വീട്ടിലെ ചെലവ് നിങ്ങൾ നടത്താനുള്ള സാമ്പത്തികം ഇല്ല. നിങ്ങൾക്ക് വൃത്തിയായിട്ട് മദ്യപിക്കാനുള്ള സാമ്പത്തികം ഉണ്ട്, ഇല്ലേ? അതിനുള്ള സാമ്പത്തികം മാത്രം നിങ്ങൾക്കുണ്ട്. ബാക്കിയുള്ള വേറെ എന്ത് ചെലവ് നിങ്ങൾ അവിടെ 2 വീട്ടിൽ നിങ്ങൾ എന്ത് ചെലവാക്കി? അല്ല, നിങ്ങൾ അമ്മ ചെലവാക്കുന്നു, അവരുടെ കാശ് നിങ്ങൾക്ക് കാശ് അല്ലാതെ അവിടെ വേറെ നിങ്ങൾക്ക് അച്ഛൻ മക്കൾ ഉണ്ടോ വേറെ വീട്ടില്? പിന്നെ എന്തോ അവിടെ ചെലവ്? എന്തോ ചെലവ്? മദ്യപിച്ച് കൂട്ടുകാരോടെ കൂട്ടാനുള്ള ചെലവ് ഒരു കൂട്ടുകാരും ഇല്ല. പിന്നെ വേറെ എന്തോ ചെലവ്? ഞങ്ങൾക്ക് ഒരാൾക്ക് ചോറുണ്ടാനുള്ള ചെലവ് അതിനവരെന്തോ തരുന്നേ? അമ്മ തരുന്നുണ്ട്. പിന്നെ അമ്മയാ തരുന്നുള്ള, പിന്നെ കൂട്ടുകാരും കൊണ്ടു തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ ചെലവെന്ന് പറയുമ്പോ 2 വീട്ടിലെ കൂടെ ചെലവെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വലിയ കൂട്ടുകുടുംബത്തിനെ സംരക്ഷിക്കുന്ന ഒരു കാരണം അവര്. എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാകുകയല്ല, ഞാൻ അത് പറഞ്ഞു. അല്ലെ എനിക്ക് ആ പാടാ അപ്പൊ അത്രയും പൈസ ഉണ്ടാകാത്ത ഒരുത്തർ എന്തിനു കല്യാണം കഴിക്കുന്നു? ഒരു കുടുംബം പോറ്റാൻ നിവർത്തിയില്ലാതെ ഇയാൾക്ക് എന്തിനാണോ കല്യാണം? ഞാൻ ഇവിടെ ആ ഒരു തള്ള ഉള്ളതുകൊണ്ട് അവരുടെ കാലം കഴിഞ്ഞാൽ എന്തോ എടുക്കും? മണ്ണ് വരെ ഇട്ട് കൊടുക്കും വായിക്കാത്ത ഇല്ല. പിന്നെ ഞാൻ എവിടുന്നേലും കൊണ്ട കൊടുക്കും. നിങ്ങൾ 1800 പറഞ്ഞ 1000 രൂപ കൊണ്ടുപോയിക്കാത്തത് എന്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയം ചോദിച്ചാൽ കോടതി തരുമല്ലോ. നിങ്ങൾ കൊടുക്കാത്തത് ആർക്കു വേണ്ടിയാ? 2 കുഞ്ഞുങ്ങള് ബാബു നിങ്ങളുടേതല്ലേ? ആ കുഞ്ഞുങ്ങൾ ജീവിക്കാനായിട്ട് അന്തസ്സുള്ള ഏതൊരു അച്ഛനും ചെയ്യേണ്ട ജോലിയല്ലേ അത്? അതെന്തുകൊണ്ട് തോന്നുന്നില്ല? 6 വർഷമായിട്ട് ഇയാൾ അവിടെ പോയിട്ടില്ല. അളിയനെന്ന് പറഞ്ഞവൻ ഈ പെങ്ങളെ ഒരു സംസാരിക്കാൻ വയ്യാത്ത ഒരു പെങ്ങളെ പെടാപ്പാട് പെടുത്തുന്നത് കണ്ട് വന്ന എന്റെ കാലൊടിക്കൂടാന്ന് പറഞ്ഞോളൂ. അയാളെ തൂക്കിയെടുത്തങ്ങോട്ട് വലിച്ചെറിഞ്ഞില്ല. അയാളുടെ ആരോഗ്യം നിങ്ങളിൽ അതിന് പ്രകടിപ്പിച്ചില്ല. അയാള് ഗതി കെട്ട് പറഞ്ഞുപോയി. അങ്ങനെ പറയൂ ഏതൊരാങ്ങളെയും. ഒന്ന് പറഞ്ഞിട്ട് പോയതിന്റെ പേരിൽ 6 വർഷമായിട്ട് ആ കൊച്ചുങ്ങളെ കാണാനോ ആ സ്ത്രീയെ കാണാനോ പോവാതെ എന്തോ പരാതി അവിടെ കൊണ്ടുവന്ന് തരുന്നേ? അച്ഛൻ കൊണ്ടുവന്ന് 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം പോകുമ്പോ 3 പ്രാവശ്യത്തെ കാര്യം 30 വട്ടം പോണം ഇയാൾ. 30 പ്രാവശ്യം പോണം. അത്രയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അമ്മണി മതിക്കൂ, അല്ലേ അമ്മണിയമ്മ? ശരിയാണോ അത്? ആ ഇത്രയും സ്നേഹം ഭാര്യയോടുള്ളത് ഒരിക്കലും കാര്യമായിട്ട് പറയുന്നു. അവൻ ഉപദ്രവിക്കുന്നവനാണെങ്കിൽ പോലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ മേത്ത് കൈവയ്ക്കാത്തവനാ സജീഷ് എന്നുള്ളത്, അല്ലേ? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളെ വിളിച്ചോണ്ട് വന്ന് അരിയും സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് ആ പെങ്ങളെ കൊണ്ടുവന്ന് വിട്ട നാളല്ലേ? അയാൾക്ക് നിവൃത്തിയുണ്ടോ? അയാൾക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അയാൾക്ക് ഈ പെണ്ണിനെ ആജീവനാന്ന് 2 മക്കളെയും പോറ്റാണ് നിവൃത്തി അയാൾക്കുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഭാഗത്താണ് 100% തെറ്റു. നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പറയാം പോകാത്തതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി വലിച്ചു തീട്ടേണ്ട കാര്യമില്ല. ഇനി വലിച്ചിട്ടേണ്ട പേരില പിന്നെ ഞാൻ അങ്ങോട്ട് കേസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇവിടെ വന്ന സ്ഥിതിക്ക് പറയുകയാണ് ഇപ്പൊ ബാബു എന്ത് ചെയ്യും? ഇനി ബാബു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് ഈ പിള്ളേരെയും ഈ സ്ത്രീയും താമസിച്ചാല് ഇനിയുള്ള കാര്യം നിങ്ങൾ കൂടെ താമസിക്കുമോ? ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അവരുടെ ദേഹത്തൊരു പോറലേറ്റാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം എനിക്കാണ്. നിങ്ങൾ എഴുതി തരുമോ? തരുമോ? നിങ്ങൾ തരുമല്ലോ. ആ കേസ് നിങ്ങൾ ഏറ്റെടുക്കും. ഞാൻ തരും. ഒരു യാതൊരു തരത്തിലും ഈ പെണ്ണിനെയോ ഈ കുഞ്ഞുങ്ങളെയോ അതുപോലെ ഭാവിയിൽ അവരുടെ ഭാവിക്കും മരുമകളുടെയും ആ 2 കുഞ്ഞുങ്ങളുടെയും ഭാവിക്ക് സാമ്പത്തിക ഭദ്രത ഈ വസ്തുവിന്റെ പേരിലായാലും എന്തിനുള്ളതായാലും ഞാൻ ചെയ്തിരിക്കും. അത് നിങ്ങൾ ഉറപ്പുവരുത്തുവോ? എന്റെ പേര് വേണ്ട, അവിടെ പേര് തന്നെ കൊടുത്തു. അങ്ങനെയും കൊടുക്കും. 2 പേരുടെയും കൂടെ പേരില് കൊടുക്കും. പക്ഷെ ബാങ്കിൽ നിന്ന് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല അതവിടെ നിക്കട്ടെ, ബാങ്കിൽ നിന്ന് എടുക്കുന്ന കാര്യം നിക്കട്ടെ മോളെ. പിന്നെ ഇതിപ്പോ 6 സെന്റ് അല്ലേ ഉള്ളൂ. ഇതിന്റെ കൂടെ 2 സെന്റ് കൂടെ കൊടുക്കാനും എന്റെ കയ്യിൽ കിടപ്പുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ സാമ്പത്തികമായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 സെന്റ് അത് ബാങ്കിലാണോ? എല്ലാം ബാങ്കില്ല. 5 സെന്റിന്റെ മാത്രം എന്റെ നിങ്ങളുടെ പേരിൽ ഉണ്ടല്ലോ. ഇതെല്ലാം എന്റെ പേരിലാണ്. 5 സെന്റ് നിങ്ങളുടെ പേരിൽ ഇപ്പം ബാങ്കിലൊന്നും അല്ലാതെ ഉണ്ടോ? വീടുണ്ടോ അതിനകത്ത്? ആ വീട് തറവാടിരിക്കുന്ന 5 സെന്റ് സ്ഥലം അത് അനിയൻ എഴുതി കൊടുത്തോ? എന്റെ പേരിൽ കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. അത് നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ തൽക്കാലം അല്ലാതെ ഉണ്ട് എനിക്ക്. അല്ലാതെ ഉണ്ടല്ലോ. അപ്പൊ അല്ലാതെ അവളുള്ളത് തിരുന്നോട്ടെ.
തൽക്കാലം 2 കുഞ്ഞുങ്ങളും ഇത്രയും പ്രശ്നങ്ങളുമുള്ള ഒരു പെണ്ണിന് അത് കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ഞാൻ കൊടുക്കും. ആ, ഈ പെണ്ണിന്റെ പേര് അതിന് ബാബുവിനെ ചേർക്കണം എന്നുള്ളതല്ലേ? ബാബുവിന്റെ ഭാര്യ, ബാബുവിന്റെ മക്കൾ. ആ പെണ്ണിന് ആ 2 കുഞ്ഞുങ്ങൾക്കുമായിട്ട് കയറി താമസിക്കാൻ പറ്റുന്ന ഒരു വീടും 5 സെന്റ് ഞാൻ കൊടുത്തോളാം. അമ്മിണിയമ്മ വാക്ക് തരണം. അമ്മിണിയമ്മ പരാതിക്കാരി. കൊടുക്കും ഞാൻ. ആ, പിന്നെ ഒരു കാര്യം പിന്നെ എനിക്ക് പറയാനുണ്ട്. ഈ 5 സെന്റ് എൻ്റെ ഇളയ മോൻ്റെയാ. ആ, ഈ 5 സെന്റും വരെ എൻ്റെ പേരിൽ കിടക്കും. അത് എൻ്റെ കെട്ടിയോന്റെ പേരിലായിരുന്നു. അത് ഞാനിപ്പം എൻ്റെ പേരിൽ എഴുതി. അത് ഞങ്ങളുടെ യാതിയിലുള്ള മോനാ വീട്. പക്ഷെ അവൻ ഇങ്ങോട്ട് വരുന്നില്ല. അവന് പൈസ കൊടുത്താൽ മതി, അമ്മ ആർക്കെങ്കിലും വിറ്റിട്ട് പൈസ തരാൻ പറഞ്ഞു. അത് അമ്മിണിയമ്മ ഏറ്റോളൂ. അമ്മിണിയമ്മ ഞാൻ പറയുന്ന അമ്മിണിയമ്മ മനസ്സിലാക്കണം അല്ലേ? 6 കൊല്ലമായിട്ട് അകന്ന് താമസിക്കുന്ന 2 പേരും ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള 2 പേര് ഒരുമിച്ച് താമസിക്കാൻ ഒരു വീട് ഇപ്പൊ പാവോടെ താമസിക്കുന്നുണ്ട്. ഇവരവിടെ കയറി താമസിക്കട്ടെ. അനിയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അനിയൻ വരുമല്ലോ അങ്ങോട്ട്. അവിടെയുണ്ട്. അത് പക്ഷെ അനിയൻ വരത്തില്ല എന്നും പറഞ്ഞ് വെറുതെ കയറി താമസിക്കാൻ പറ്റത്തില്ല. അതിന് സജീഷിന് ഒരു ഉറപ്പ് വേണം. സ്വന്തമായിട്ടുണ്ടാക്കിയതാ വീതം. അത് അമ്മിണിയമ്മ എന്റെ രീതിയിൽ എനിക്ക് അങ്ങടിഞ്ഞ് വിടണമെങ്കിൽ താല്പര്യമില്ല. അല്ല സജീഷ്, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് അതില് ഞാൻ രക്ഷകർത്താവെന്നുള്ള രീതിയിൽ ഇവരെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ അനുഭവിച്ചവൻ. അതുകൊണ്ട് ആ കാര്യത്തില് സജീഷ് ഞാൻ വിടില്ല. ഞാൻ സജിനിനെ കുട്ടികളെ കുട്ടികൾ അച്ഛനില്ലാത്ത കുട്ടികളായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് വളരും. സഹോദരിക്ക് ഭർത്താവ് വേണം, അവര് ദാമ്പത്യ ബന്ധം പുലർത്തി സ്ത്രീ പുരുഷ ബന്ധം പുലർത്തി ജീവിക്കണം എന്ന് പറഞ്ഞാണോ കെട്ടിച്ചു വിട്ടത്? ആണോ? അത് അവർക്കുണ്ടോ? നിങ്ങൾ അതാണോ അവർക്ക് നിഷേധിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ രക്ഷാകർത്തൃത്വം ചമയുന്നല്ലോ. എന്തിനാ രക്ഷാകർത്തൃത്വം ചമയുന്നത്? അവർ ജീവിക്കണം. ഭാര്യ ഭർത്താവായിട്ട് അവൾക്കും ജീവിക്കണം. അവളുടെ യൗവനം തീരാൻ പോവാണ്. രക്ഷകർത്താവിനോട് ഞാൻ പറഞ്ഞു എന്ത് വഴക്കായാലും ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പറഞ്ഞില്ല. സതീഷ് കള്ളം പറയരുത്. ഞാൻ ബാബോളിനെയാണ് വിളിച്ചത്. സതീഷിന് അറിയാവുന്ന ഫോൺ നമ്പർ കേസ് കൊടുത്തെന്നറിഞ്ഞപ്പോ ഞാൻ ആ സിം കളഞ്ഞു. എന്റെ അനുഭവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്ത് അനുഭവമായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ബുദ്ധിമുട്ടും ഇങ്ങനെ പല ദാമ്പത്യങ്ങളും പലതുണ്ട്. അപ്പോഴും രക്ഷകർത്താവ് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണം. അതിന് ഡിമാൻഡ് ചെയ്യും. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.